അള്ളാന്റെ ഖുർആൻ പറയുന്നു, 3 സമയങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത മക്കൾ മാതാപിതാക്കളുടെ റൂമിനകത്ത് അനുവാദം ചോദിക്കാതെ കയറരുത്. 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ വാതിലിൽ തട്ടിയിട്ട് ചോദിക്കണം, ഞാൻ കേറി വരട്ടെ, ഞാൻ കേറി വരട്ടെ എന്ന് അനുവാദം ചോദിക്കാതെ കേറരുത്. അള്ളയാ പറഞ്ഞേ. ഇത് 45 വയസ്സുകാരനോടല്ല, 18 വയസ്സുള്ളവനോടല്ല. പ്രായപൂർത്തിയാകാത്ത മക്കൾ എന്ന് പറഞ്ഞാൽ നിസ്കാരം കൽപ്പിക്കേണ്ടത് 7 വയസ്സ്. 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ ഉമ്മയുടെ ബാപ്പയുടെയും റൂമി തട്ടി ചോദിക്കണം, ഞാൻ കേറി വരട്ടെ. എപ്പോഴാ 3 സമയം? 1 സുബഹിന്റെ മുമ്പുള്ള സമയം, വെളുപ്പാങ്കാലം. 2 ഉച്ചഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന സമയം. 3 രാത്രിയിൽ. ഈ 3 സമയങ്ങളിലും ചോദിച്ചിട്ടേ കയറാവൂ. എന്തുകൊണ്ട്? ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ രാത്രി കിടക്കുമ്പോ മുണ്ടൊക്കെ ഉടുത്തിയിട്ട് കിടക്കും. നമ്മൾ രാത്രി ആണുങ്ങളൊക്കെ കിടക്കുമ്പോ മുണ്ടൊക്കെ ഉടുത്തിട്ട് കിടക്കും. രാവിലെ നോക്കണം, പടച്ചവനെ ഉറക്കത്തിൽ നിന്ന് ആദ്യം എഴുന്നേക്കുമ്പോ തിരയുന്നത് ഈ മുണ്ട. കട്ടിലിനടി കിടക്ക, കടപ്പുറത്ത് കിടക്കണ പോലെ കിടക്ക, മദാമ കിടക്കണ പോലെ വാപ്പ. സായിപ്പ് വന്ന് കിടക്കുന്ന ഉമ്മ കിടക്കണ കാര്യമൊന്നും ഞാൻ പറയണില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉറങ്ങുന്ന സമയം നമ്മുടെ ഔറത്ത് തുറന്നു കിടക്കുകയാ. ഈ സമയത്ത് 5 വയസ്സുള്ള ഒരു മകള് റൂമിനകത്ത് കയറി വന്ന വാപ്പാടെ ഔറത്ത് കാണുമ്പോ ഒന്ന് ആലോചിക്കേ. ഉമ്മയുടെ ഔറത്ത് കാണാൻ പാടില്ല. ഇനി എന്തിന്? 40 വയസ്സുള്ളവൻ തന്റെ ഉമ്മയുടെ ഔറത്ത് കണ്ട എന്തെങ്കിലും തോന്നുമോ നമുക്ക്? നമ്മുടെ ഉമ്മയല്ലേ, നമ്മുടെ ഉപ്പയല്ലേ, അവരുടെ ഔറത്ത് കണ്ടാൽ ഒരു മക്കൾക്കും ഒന്നും തോന്നാറില്ല. എന്നാലും അള്ള പറഞ്ഞ് കാണണ്ട. ഉമ്മയുടേതാണെങ്കിലും വാപ്പയുടേതാണെങ്കിലും ആ പ്രായപൂർത്തിയാകാത്ത മക്കൾ പോലും കാണാൻ പാടില്ല എന്ന് പറയുമ്പോ എന്തേ ഉമ്മ നിനക്ക് തിരിയാത്തത്? നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും മറച്ചു നടക്കുന്ന നീ നിന്റെ മക്കളുടെയും നിന്റെ ഭർത്താവിന്റെ നിങ്ങൾ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് എൻ്റെ ഉപ്പമാരോട് പറയുന്നു, തിരുത്തിക്കോ പാവം. നിന്റെ കണ്ണിന്റെ മുന്നിൽ നടക്കുന്ന തെറ്റുകൾ നീ തിരിക്ക്. നാട്ടുകാരുടെയല്ല, സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും തെറ്റ് നീ തിരുത്തി കൊടുത്തില്ലെങ്കിൽ നീ ആ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിയാൽ അള്ളാഹു നിന്നെ വെറുതെ വിടത്തില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇത്രയും വലിയ പള്ളി കെട്ടുന്നു. പള്ളിയൊക്കെ നല്ലതാ സഹോദര, പള്ളിയൊക്കെ വലുതാ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മനോഹരമായി പള്ളി കെട്ടുന്ന ഈ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സിത്തത്തു അശിയാ മിൻ ഗരീബാ ഫീ സിത്തത്തി മവാദിഅ. ഈ നാട്ടുകാർക്കുള്ള ഒരു ഉത്തരവാദിത്തം പഠിച്ചോ. ഇനി ഒരു ഉത്തരവാദിത്തം കൂടെ നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, 5 സ്ഥലങ്ങളിൽ 5 കാര്യങ്ങൾ ഇരുന്ന് കരയുകയാ. 5 സ്ഥലങ്ങളിൽ 5 കാര്യങ്ങൾ ഇരുന്ന് തേങ്ങുകയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആ കണ്ണീര് നിങ്ങൾ സൂക്ഷിക്കണേ, ആ കണ്ണുനീര് നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 6 എണ്ണമാണ് മുത്തുനബി പറഞ്ഞു തന്നത്. 2 എണ്ണം പറഞ്ഞു തരാ. 1 ആണുങ്ങൾക്കുള്ളതാണ്, 1 പെണ്ണുങ്ങൾ സൂക്ഷിക്കാനുള്ളതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഈ കണ്ണീര് നിങ്ങൾ സൂക്ഷിക്കണേ. ഇത് നിങ്ങളെ നശിപ്പിച്ചു കളയും, ഇത് നിങ്ങളെ തകർത്ത് കളയും. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, സ്വഹാബാ, ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അൽ മസ്ജിദു ഗരീബ ഫീമാ ബൈന ഖൗമിൻ ലാ യുസല്ലൂന ഫീ. അല്ലാഹുവിന്റെ പള്ളികളുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഭവനങ്ങളുണ്ടല്ലോ, ആ പള്ളിയിൽ ജനങ്ങളെ നിസ്കരിക്കാതെ വന്നാൽ, ഇത്രയും മനോഹരമായ കോടികൾ കൊടുത്തിട്ടൊരു പള്ളി കെട്ടിയിട്ട് ഈ പള്ളിയിൽ നിങ്ങൾ നിസ്കരിക്കാൻ വരുന്നില്ലേ? ഈ പള്ളിയുടെ പരിസരത്ത് കിടക്കുന്ന ആണുങ്ങള്, നിസ്കാരം നിർബന്ധമുള്ള നിങ്ങള് ഈ പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നില്ലെങ്കിൽ ഈ പള്ളി കരയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു.
പള്ളിക്കകത്ത് ജനങ്ങൾ നമസ്കരിക്കാൻ വരാതെ വന്നാൽ ഈ പള്ളി കരയും. ഈ പള്ളി കരയും. പള്ളി എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പള്ളിയെ കുറിച്ച് പഠിക്കണം. പള്ളി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഒരു നാട്ടിൽ ഒരു പള്ളി ഉണ്ടാവുക എന്ന് പറയുന്നത് നാടിന്റെ ഐശ്വര്യമാണ്. ഒരു നാട്ടിൽ ഒരു പള്ളി ഉണ്ടാവുക എന്ന് പറയുന്നത് നാടിന്റെ ഐശ്വര്യമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഭൂമിയും ആകാശവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് പള്ളി. ഭൂമിയും ആകാശവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കാര്യം. എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നിങ്ങൾ പള്ളി കെട്ടിക്കെട്ട് പള്ളി നിസ്കരിക്കാൻ വന്നില്ലെങ്കിൽ ഈ പള്ളി കരയും. പള്ളി കരഞ്ഞ ഈ നാട് നശിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ ആമീൻ പറയാൻ മടി? അല്ലാഹു കാക്കുമാറാകട്ടെ. ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്. ഈ പള്ളിയുടെ അടുത്ത് കിടക്കുന്ന ആണുങ്ങൾക്ക് പള്ളിയിലെ ജമാഅത്തുള്ളൂ, വീട്ടിൽ നിസ്കാരമില്ല. ആരാ പള്ളിയുടെ അടുത്ത് കിടക്കുന്നവർ? പള്ളിയുടെ അയൽവാസികൾ ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബാങ്ക് വിളിക്കുന്ന ശബ്ദം നിന്റെ വീട്ടിൽ കേൾക്കുമോ? നീ പള്ളിയുടെ അയൽവാസി, ഇവിടെ തന്നെ നീ വന്ന് നിസ്കരിക്കണം. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജനങ്ങൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കാതെ വന്നാൽ ഈ പള്ളി കരയുകയാണ്, ഈ പള്ളി കേൾക്കുകയാണ്. പള്ളി തേങ്ങിക്കഴിഞ്ഞാൽ നാടിന്റെ ഐശ്വര്യമായ പള്ളിയുണ്ടല്ലോ, അവസാനം പടച്ചവനെ നിനക്ക് തന്നെ അത് എതിരാവുകയാ. രണ്ടാമതായിട്ട് പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? വൽ മുസ്ഹഫു ഗരീബാ, ഖുർആൻ കരയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ കരയുകയാ. എവിടെ ഇരുന്നെന്നറിയുമോ? നിന്റെ വീടിനകത്തിരുന്നു അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കരയുകയാണ്. വീട്ടുകാര് ഓതാതിരുന്നാൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുക്കാതെ ഇരുന്നാ, വീടിന്റെ അലമാരിക്കകത്ത് ഖുർആൻ വെച്ചിട്ട് എത്ര കാലമായി പെങ്ങള്? ഉസ്താദേ സമാധാനമില്ല, പടച്ചവനെ വീട്ടിൽ പ്രയാസമാണ്, ദുഃഖമാണ്, ദുരിതമാണ്, ഭാര്യയും ഭർത്താവും ശത്രുക്കളെ പോലെയാണ്, കൂടപ്പുറപ്പുകൾ പരസ്പരം തമ്മിലടിക്കുകയാണ്, വൈരാഗ്യമാണ് ഉസ്താദ്. എന്നറിയുന്നില്ല ഉസ്താദ്, ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമില്ല. എന്തേ കാരണമെന്നറിയുമോ? വീടിന്റെ അലമാരിക്കകത്തിരുന്ന് ഖുർആൻ തേങ്ങുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കരയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ നിന്റെ വീടിനകത്തിരുന്ന് കരയുകയാ. എങ്ങനാ പെങ്ങളെ സമാധാനമുള്ള ഒരു ജീവിതം നിനക്ക് കിട്ടുന്നത്? ആ ഖുർആനിന്റെ മഹത്വം നിനക്കറിയാതെ പോകുന്നല്ലോ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖസിയത്തില്ലാഹ് وتلك الأمثال نضربها. നിന്റെ വീടിന്റെ അലമാരിക്കകത്ത് നീ വെച്ചിട്ട് തിരിഞ്ഞു നോക്കാത്ത ഖുർആനുണ്ടല്ലോ, ഇതെങ്ങാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന പർവ്വതങ്ങൾ പോലും പൊടിഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് സൂക്ഷിച്ചോ, ഖുർആനിന്റെ കണ്ണുനീര് നിന്റെ വീടിനകത്ത് വീടല്ലേ. ഖുർആനിന്റെ കണ്ണുനീര് വീടല്ലേ, ഖുർആനിന്റെ കണ്ണുനീര് വീടല്ലേ. പടച്ച റബ്ബ് നിന്നെ കൈവിടും പെണ്ണേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നീ നിന്റെ ഉത്തരവാദിത്വങ്ങളിൽ നീതി പുലർത്ത്, വിട്ടുവീഴ്ച ചെയ്യല്ലേ. അത് വെറുതെ പാഴാക്കല്ലേ. ആ ഉത്തരവാദിത്തിൽ നീ വീഴ്ച വരുത്തിയാ നാളെ പരലോകത്ത് നീ നാണം കെട്ടവനെ പോലെ വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മൂന്നാമത്തെ കാര്യം എന്താ? വിശദീകരിക്കുന്നില്ല. പെങ്ങളെ നല്ലതുപോലെ കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ദുൽ വജ്ഹൈൻ, രണ്ട് മുഖമുള്ളവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മഹാനായ പ്രവാചകൻ മുഹമ്മദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മഹാനവറുകൾ പറയുകയാ, പടച്ചവനെ, മനുഷ്യനെ കാണുമ്പോ അടുത്ത് വന്ന് നിന്ന് ചിരിക്കുകയാണ്. പള്ളിയിലെ ഖതീബിനെ കാണുമ്പോ ഖതീബിന്റെ അടുക്കൽ നിന്നിട്ട് പറയും, ഉസ്താദേ, നിങ്ങളെ പോലെ ഒരു നല്ല മനുഷ്യനില്ല. നിങ്ങൾ വന്നതിന് ശേഷമാണ് ഈ നാട് നന്നായത്. എല്ലാവർക്കും വലിയ ബഹുമാനമാണ്. എല്ലാവരും നിങ്ങളെ ആദരിക്കുന്നുണ്ട്. ഇമാമിനെ കാണുമ്പോ ഇങ്ങനെ പറയും, കമ്മിറ്റിക്കാരെ കാണുമ്പോ പറയും, നിങ്ങളാ. പക്ഷേ തിരിഞ്ഞു കഴിഞ്ഞ ഇവന്മാരിവിടെ കിടന്ന് കാണിക്കുന്നത് എന്താ? ഇതിലൊന്നും പടച്ചവനെ ഒന്നുമില്ലല്ലോ. ഇതിനകത്ത് സത്യസന്ധതയില്ലല്ലോ. രണ്ട് മുഖമുള്ളവർ കാണുമ്പോ ചിരിച്ചു കാണിക്കും. തിരിഞ്ഞു കഴിഞ്ഞ ശത്രുവാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏഷണിയും പരദൂഷണവും പറയുന്നവർ, പരസ്പരം തമ്മിലടിപ്പിക്കുന്നവർ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇവരെങ്ങനാ കടന്നു വരുന്നതെന്നറിയുമോ? അതെങ്ങനാണ് ഇവര് കടന്നു വരുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അമ്മാർ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കാന ലഹു വജ്ഹാനി ഫിദ്ദുനിയാ കാന ലഹു യൗമൽ ഖിയാമത്തി ലിസാനാനി മിനന്നാർ. പെണ്ണുങ്ങളെ, ഉമ്മമാരെ, യേശനി പറയുന്നവരെ, തമ്മിലടിപ്പിക്കുന്നവരെ, അതാ കാണുമ്പോ ചിരിച്ച് കാണിച്ചിട്ട് കഴുത്തറുക്കുന്ന പെണ്ണ്. രണ്ട് മുഖമുള്ളവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ? നാളെ പരലോകത്ത് കടന്നു വരുന്ന രംഗമെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലിസാനാനി മിനന്നാർ, രണ്ട് നാവാ നരകത്തിന്റെ തീയാല്. പടച്ചവനെ, നിന്റെ നാവിനെ പടച്ച റബ്ബങ്ങ് കീറുകയാ. ആ നാവ് തീയുടെ നാവാണ് പെണ്ണ്. നീ നാളെ പരലോകത്ത് വരുന്ന രംഗം ഇങ്ങനെയാണ്. അല്ലാഹുവേ, എന്തേ ചിന്തിച്ചു നോക്കാത്തത്? ശബന്തിന്നി ഉറുമ്പുകളെ പോലെ ജനങ്ങൾ കൂടുന്ന സമയത്ത് പലരെയും കുറിച്ച് മോശമായത് പറയുമല്ലോ. എന്തിനാടാ നീ ഇങ്ങനെ പറയുന്നത്? നിനക്ക് ആ പാപത്തിന്റെ മഹത്വം, ആ പാപത്തിന്റെ വില എന്താണെന്ന് നിനക്കറിയില്ലല്ലോ. അതിന് സാരമല്ല. ജനങ്ങളെ കുറിച്ച് അപവാദങ്ങളും പരിഹാസങ്ങളും പറയുമ്പോ പറയട്ടെ, പള്ളിയിലെ ഇമാമാകട്ടെ, ഹജ്ജ് ചെയ്തവനാകട്ടെ, ഖുർആൻ പഠിച്ചവനാകട്ടെ, കള്ളുകുടിയനാകട്ടെ, ആരെങ്കിലും ഒരു കാര്യം നിന്റെ അടുക്കൽ പറഞ്ഞാ അതിന്റെ സത്യമറിയാതെ പറയല്ലേ. ചിലപ്പോൾ അവന് തഴമ്പ് കാണാ, താടിക്ക് നീളം കാണാ. ഞാൻ പറഞ്ഞതല്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാലാ ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഏ സത്യവിശ്വാസികളെ, ഇൻജാഅകുൻ ഫാസിഖുൻ, ഒരു പാപിയുണ്ടല്ലോ, ഒരു വൃത്തികെട്ടവനുണ്ടല്ലോ, ആരെങ്കിലും നിന്റെ ചാരത്ത് വന്നിട്ട് പടച്ചവനെ ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും അപവാദം പറഞ്ഞാ, പെണ്ണെ, ചിലപ്പോ തസ്ബീഹ് കയ്യിൽ പിടിച്ചുകൊണ്ട് ദിക്ർ പറയുന്നവളാകാ, ഹജ്ജ് ചെയ്ത ഉമ്മയാകാ, നിസ്കരിക്കുന്നവളാകാ, സുന്നത്ത് നോമ്പ് പിടിക്കുന്നവളാകാ,
ഫർദയും ഹിജാബും ഇട്ടുകൊണ്ട് നടക്കുന്നവളാകാ. നീ വിശ്വസിക്കല്ലേ, ആരോടും പറയല്ലേ, ആരോടും പറയല്ലേ, ആരെയും നാണം കെടുത്തല്ലേ. അവസാനം പറഞ്ഞത് തെറ്റാണെന്ന് നിനക്ക് തോന്നുമ്പോ വായിക്കകത്ത് കൈവച്ചിട്ട് കടിച്ച് നിനക്ക് ഖേദിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, രണ്ട് മുഖം കാണിക്കല്ലേ, രണ്ട് മുഖമുള്ളവനാകല്ലേ. പടച്ചവനെ, നമ്മളിൽ പലരും പറയും ഉസ്താദ് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, കേട്ടതല്ലേ ഉള്ളൂ. രണ്ട് മുഖമുള്ളവർ കാണുമ്പോ പടച്ചവനെ നിങ്ങളെ പോലെ നല്ല മനുഷ്യൻ അങ്ങനെ ഇങ്ങനെ മറ്റേതാ മറിച്ചതാ തിരിയുമ്പോ പറയും ഇവനെക്കാളും വലിയ ഒരുത്തനുണ്ടോടാ. അല്ലാഹ് രണ്ട് മുഖമുള്ളവർ അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് നാണം കെട്ടുകൊണ്ടുവരും. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മൾ പലരും പറയും ഉസ്താദ് ഞാനൊന്നും പറഞ്ഞില്ല, കേട്ടതേ ഉള്ളൂ. കേട്ടാലും നീ പറഞ്ഞവനെ പോലെ തന്നെയാ. അല്ലാഹു കാക്കുമാറാകട്ടെ. നമ്മൾ വിചാരിച്ചിരിക്കണം, നിങ്ങൾ മനസ്സിലാക്കുക സഹോദര, കള്ളു കുടിച്ച അള്ളാഹിനോട് ദുആ ചെയ്താൽ മതി, അല്ലാഹ് പുറത്തിരും. നീ കള്ളു കുടിച്ചു, നീ വ്യഭിചരിച്ചു, നീ പലിശ തിന്നു, നീ എന്തു പാപം ചെയ്താലും അള്ളാഹിനോട് പശ്ചാത്തപിച്ച അല്ലാഹ് പുറത്തു തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ നീ ഈ നാട്ടിലെ ഒരാളെ കുറിച്ച് അപവാദവും പരിഹാസവും പറഞ്ഞിട്ട് നീ മക്കത്ത് പോയി ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല. നീ മനസ്സിലാക്കേണ്ടത്, ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കുറിച്ച് കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മുഴുവനും പറഞ്ഞ് അവളെ നാണം കെടുത്തിയിട്ട് നീ ഹജറുൽ അസ്വദ് മുത്തിയിട്ട് കാര്യമില്ല. നിനക്ക് ആ പാപം പൊറുക്കണമെങ്കിൽ നീ ആരെക്കുറിച്ചാണോ പറഞ്ഞത് അവളുടെ കൈ പിടിച്ചു പൊരുത്തം ചോദിക്ക്, എങ്കിൽ അള്ളാഹ് നിനക്ക് പുറത്തു തരൂ. കള്ളുകുടി നീയും അള്ളാഹുവും തമ്മിൽ ബന്ധപ്പെട്ടത്. അള്ളാഹ് കരുണയുള്ളവനാ, അള്ളാഹ് പുറത്തു തരും. നിസ്കരിച്ചില്ല, അള്ളാഹിനോട് പശ്ചാത്തപിച്ച അള്ളാഹ് പൊറുക്കും. പക്ഷെ ഞാനും നീയും ഉള്ളത് നമ്മൾ തമ്മിൽ തന്നെ തീർക്കണം. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഹക്കടപാടുകൾ. എന്റെ പള്ളിയുടെ പടിയിൽ ഇരുന്നിട്ട് അസർ നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയുടെ പടിയിൽ ഇറങ്ങിയിരുന്ന് പറയുന്ന ഉപ്പമാരില്ലേ, കടത്തിണ്ണയിൽ ഇരുന്നിട്ട് പച്ചയിറച്ചി തിന്നാൻ എന്തെങ്കിലും ഇട്ടോ. അയൽവാസികളായ 4 പെണ്ണുങ്ങൾ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ എത്ര പെണ്ണുങ്ങളെ ജീവനോടെ ഇറച്ചി തിന്നുമ്മ നീ. എന്തേ നിനക്ക് മനസ്സിലാകാത്തത്? നീ വിചാരിക്കുന്നു അത് നിസാരമായ പാപവാങ്ങി രക്ഷപ്പെടുമെന്ന്. നീ രക്ഷപ്പെടൂല. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഒരു ചരിത്രം പറയുകയാ. ഇമാം ഷാഫി തങ്ങൾ ഒരു ചരിത്രം പറയുന്നു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിനകത്തേക്ക് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടി വരികയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിനകത്ത് കരഞ്ഞോണ്ടാ ഉമർ തങ്ങൾ കയറി വന്നേ. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ ഉമറെ കരയണേ? നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ? നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചോ? നീ എന്തിനാ കരയണേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ, വരുന്ന വഴിയിൽ ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുന്നു നബിയെ. അവന്റെ കരച്ചിൽ കണ്ടിട്ട് കരഞ്ഞതാ. വരുന്ന വഴിയിൽ ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുന്നു, അവന്റെ കരച്ചിൽ കണ്ടിട്ട് ഞാൻ കരഞ്ഞതാ. അള്ളാഹുവിന്റെ റസൂലിന് അത്ഭുതമായി. പടച്ചവന് ഉമർ കരയാനോ? ഉമറിനെ കരയിപ്പിച്ച. ഉമർ വരുന്ന വഴിയിലൂടെ ഇബ്ലീസ് പോലും വരത്തില്ല. ഇബ്ലീസിന് വരെ പേടിയാ. അരിച്ചു. ഉമർ എന്ന് പറഞ്ഞ സാധാരണ ആളല്ല. പണ്ട് ഉമ്മമാര് മക്കള് കിടത്തി ഉറക്കിയിട്ട് ഉറങ്ങാതെ ഇരിക്കുമ്പോ ഉമ്മ പറയുമ്പോ ഹത്താബിന്റെ മകൻ ഉമർ വരുന്നു, അപ്പൊ ഉറങ്ങും. ഒരു കുട്ടി കരഞ്ഞുകൊണ്ടിരുന്നാൽ ആ കരച്ചിൽ മാറ്റാൻ ഉമ്മ പറയുന്നത് ഉമർ വരുന്നെന്നാ. ഉമർ വരുന്നെന്ന് പറഞ്ഞാൽ കരയണ കുട്ടി വരെ കരച്ചിൽ നിർത്തും. കുഞ്ഞുങ്ങൾക്ക് പോലും പേടിയാ ഉമറിനെ. ഇബ്ലീസിന് പോലും ഭയമായിരുന്നു. ആ ഉമർ തങ്ങളെ കരയിപ്പിച്ചതാരാ? അള്ളാന്റെ റസൂല് തങ്ങൾ പറഞ്ഞു, അവനെങ്ങ് വിളിച്ചിട്ട് വരാൻ, ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ടുവരാൻ. ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ടുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നീ എന്തിനാ കരയണേ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയെ, ഞാനൊരു പാപം ചെയ്തു നബിയെ. എന്താ നീ ചെയ്ത പാപം? നബിയെ, എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മയ്യത്ത് കൊണ്ട് കബറടക്കി ഞാനാ ഏറ്റവും അവസാനം കബറിന്റെ ചാരത്ത് നിന്ന് പോകുന്നേ. ഒരു മയ്യത്ത് കൊണ്ടുപോയി കബറടക്കി കഴിഞ്ഞാൽ ആ കബറിന്റെ ചാരത്ത് നിന്ന് ഏറ്റവും അവസാനം പോകുന്നത് ഞാനാ. മയ്യത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ല, ഒരടയാളം വെക്കും. ആ കബറിന്റെ മുകളിൽ ഒരു അടയാളം വെക്കും. എന്നിട്ട് ഞാൻ പിരിഞ്ഞു പോകും. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ ഞാൻ ആ അടയാളം വെച്ച കബറിന്റെ ചാരത്ത് പോയിട്ട് കബർ മാന്തും. എന്നിട്ട് ആ മയ്യത്ത് ധരിച്ചിരുന്ന കഫൻ തുണി ഞാൻ അങ്ങ് അഴിച്ചെടുക്കും. ആ കഫൻ തുണി അടിച്ചെടുത്തിട്ട് പഴയതുപോലെ മണ്ണിട്ട് മൂടും. വീട്ടിൽ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി ഞാൻ കൊണ്ട് വിൽക്കും. കള്ളനാ നബിയെ ഞാൻ.
എന്റെ നാട്ടിലെ ഖബർസ്ഥാനി കിടക്കുന്ന സർവ്വ മയ്യത്തുകളും നഗ്നര, അവരുടെ കഫൻ തുണി മുട്ടിച്ച കള്ളനാ ഞാൻ. ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ലാഹ് നിനക്ക് പുറത്തു തരും, നീ പേടിക്കണ്ട, അള്ളാഹു നിനക്ക് പുറത്തു തരും. പക്ഷെ ആ ചെറുപ്പക്കാരൻ പിന്നെയും കരയാൻ തുടങ്ങി. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ഇനി എന്തിനാ നീ കരയണേ? ഇല്ല നബിയെ, എന്നെക്കാളും ഒരു പാവി ഈ ലോകത്തില്ല, എന്നെക്കാളും പാപിയായ ഒരു മനുഷ്യൻ ഈ ലോകത്തില്ല. ഞാനാണ് ഏറ്റവും വലിയ പാപം ചെയ്ത മനുഷ്യൻ, ഞാനാണ്. എനിക്ക് അല്ലാഹു പുറത്തു തരൂല നബിയേ, എനിക്ക് അല്ലാഹു പുറത്തു തരൂല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതമായി ഇവനെന്ത് പാപമാണ്, ലോകത്തിൽ എന്നെക്കാളും വലിയ പാപിയില്ലെന്ന് ഇവന് പറയുകയാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, നീ എന്ത് പാപമാ ചെയ്തത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ നാട്ടിലൊരു സ്വാലിഹത്തായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണവിടന്ന് മരിക്കുകയാ. അവരുടെ മയ്യത്തും ഞാൻ കൊണ്ടുപോയി കബറടക്കി അടയാളം വെച്ചു. വീട്ടിലേക്ക് കടന്നുപോയി. രാത്രിയുടെ നിശബ്ദതയിലെ ജനങ്ങൾ മുഴുവനും ഉറങ്ങുമ്പോ മണ്ണ് കുഴിക്കുന്ന ആയുധമെടുത്തുകൊണ്ട് പള്ളിപ്പറമ്പിൽ അടയാളം വെച്ച കബറിന്റെ ചാരത്ത് ചെന്ന് മണ്ണ് വെട്ടി മാറ്റുകയാ. പടച്ചവനെ പലകയെടുത്ത് മാറ്റി കബറിന്റെ അകത്തിറങ്ങി ആ സുന്ദരിയായ പെണ്ണിന്റെ ശരീരത്ത് നിന്ന് കഫൻ തുണികൾ അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് മുകളിലേക്ക് കയറിയിട്ട് മണ്ണിട്ട് മൂടുകയാ. എന്നിട്ട് ആത്മാക്കളുടെ ലോകമായ പള്ളിപ്പറമ്പിലെ കബർസ്ഥാനിലൂടെ ആ മൈലാഞ്ചി ചെടികളുടെ ഇടയിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു നൂല് തുണ്ട് വസ്ത്രം പോലുമില്ലാതെ, പടച്ചവരെ, ഒരു തുണ്ട് വസ്ത്രം പോലുമില്ലാതെ കബറിന്റെ അകത്ത് നഗ്നയായി കിടക്കുന്ന സുന്ദരി എനിക്ക് ഓർമ്മ വന്നു നബിയേ. എനിക്ക് അവളോട് മോഹം തോന്നി നബിയേ. രണ്ടാമതും കബറിന്റെ ചാരത്ത് ചെല്ലുകയാ. മണ്ണ് വെട്ടി മാറ്റുകയാ. കബറിനകത്തിറങ്ങുകയാ. സുന്ദരിയായ ഔറത്ത് മറയ്ക്കാതെ, ഒരു നൂൽബന്ധം പോലുമില്ലാതെ കബറിന്റെ അകത്ത് മരിച്ചു കിടക്കുന്ന പെണ്ണിനെ കണ്ടപ്പോ എനിക്ക് മോഹം തോന്നി നബിയേ. ഞാൻ അവളുടെ ശരീരത്തിൽ കേറി പിടിച്ചു നബിയേ. ഉമർ തങ്ങൾ തളർന്നു വീഴുകയാ. ആ മയ്യത്തിനെ കേറി പിടിച്ചെന്ന് പറയുമ്പോ ഉമർ തങ്ങളുടെ ബോധം കെട്ട താഴെ വീണോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൈകാലുകൾ തളർന്നു പോയി. റസൂലുള്ളാഹി തങ്ങളിരുന്ന് കരയുകയാണ്. മുത്തുനബി ഇരുന്ന് പോയി. എന്തൊരു പാപമാ അല്ലാഹ്. മയ്യത്തിനെ കേറി പിടിച്ചവനാ, കബറിനകത്തിട്ട് മയ്യത്തിനെ വ്യഭിചരിച്ചവനാ. ഈ മയ്യത്തിനെ വ്യഭിചരിച്ച ചെറുപ്പക്കാർ നിറകണ്ണുകളോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുത്തുനബിയോട് ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഫഹല്ലി മിനത് തൗബ, എനിക്കല്ല പുറത്തു തരുമോ നബിയേ, എനിക്കല്ല പുറത്തു തരുമോ? മയ്യത്തിനെ വ്യഭിചരിച്ചവനായ എവിടെയിട്ട് കബറിന്റെ അകത്തിട്ട് അവനാണ് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കല്ല പുറത്തു തരുമോ നബിയേ? മുത്തുനബി പറയുകയാ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ മുന്നിൽ പോയി തൗബ ചെയ്യടാ. അല്ലാഹുവിന്റെ മുന്നിൽ പോയി പശ്ചാത്തപിക്കടാ. പാതിരാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റിരുന്ന് ദുആ ചെയ്യടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ചോദിക്കുന്നത്, നബിയേ, ഇവൻ
ഇവനല്ല പുറത്തു കൊടുക്കുമോ നബിയേ? എത്ര വലിയ പാപമാ നബിയേ, എന്തൊരു പാപമാ നബിയേ. മയ്യത്തിനെ വ്യഭിചരിച്ചവനല്ലേ നബിയേ, ഖബറിനകത്ത് കിടന്നവനല്ലേ നബിയേ. റസൂലുള്ള പറയുന്ന ഉമറേ, ഇവനെക്കാളും പാപം ചെയ്യുന്നവരുണ്ട്, അവനെക്കാളും പാപം ചെയ്യുന്ന പെണ്ണാരെന്നറിയുമോ? ഈ നാട്ടിലെ പാവപ്പെട്ട പെണ്ണുങ്ങളുടെ പച്ചയിറച്ചി തിന്നുന്ന ഉമ്മ. എവിടെ കൊണ്ട് കഴുകാരാ ഈ പാപം, നീ എവിടെ കൊണ്ട് തീർക്കും ഉമ്മ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, വാപ്പമാരോട് പറയുകയാ, വാപ്പാ, ഇത് നല്ല സ്വഭാവമല്ല, ഇത് മോശമായ സ്വഭാവമാ. മാറ്റാ തീരുമാനിച്ചോ. ഖസ്റത്ത് ദുനിയാ വൽആഖിറ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുന്ന പാപമാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നിന്നെ പോലെ നിസാരനെ പോലെ നാണം കെട്ട് തലതാഴ്ത്തി പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന മൂന്നാമത്തെ വൃത്തികെട്ടവനാരെന്നറിയുവോ? രണ്ട് മുഖമുള്ളവരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാലാമത്തെ വിഭാഗമാരാ, വിഭാഗമാരാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അദാൻ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല മൻ തഫല്ല തിജാഹുൽ കിബില ജാ യൗമൽ ഖിയാമ. നാലാമത്തെ മനുഷ്യരാരെന്ന് കേട്ടോ? ഈ പറഞ്ഞ മൂന്ന് പാപം നീ ചെയ്തിട്ടില്ല, നിനക്ക് അഹങ്കാരമില്ലെന്ന് നീ ചിന്തിക്ക്, നീ അധികാരം ദുരുപയോഗം ചെയ്യില്ല എന്ന് ചിന്തിക്ക്, നിനക്ക് രണ്ട് മുഖമില്ലാത്തവനാണെന്ന് നീ ചിന്തിക്ക്. പക്ഷേ നാലാമത്തെ കാര്യം എന്തെന്നറിയോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ട് പാപ്പാ. ഈ പറയുന്ന പാപമുണ്ടല്ലോ, ഈ സദസ്സിലിരിക്കുന്ന 100% പേരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുള്ളവരാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നാളെ പള്ളിപ്പറമ്പിൽ നിന്ന് ഖബറിലേക്ക്, ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരാണും ഒരു പെണ്ണുമുണ്ടല്ലോ, അവരുടെ രണ്ട് കണ്ണുകളുണ്ടല്ലോ, അവരുടെ രണ്ട് കണ്ണുകളുണ്ടല്ലോ, അവരുടെ കണ്ണുകൾക്ക് ഇടയില് പടച്ചവനെ നമ്മൾ തുപ്പുന്ന തുപ്പലുണ്ടല്ലോ, കാർക്കിച്ച് തുപ്പുമല്ലോ, നമ്മളൊക്കെ നടന്നു പോകുമ്പോ തുപ്പുമല്ലോ. ഈ തുപ്പല് മുഴുവനും അവന്റെ നെറ്റിയിൽ വന്നിരിക്കുകയാ. അവന്റെ കണ്ടടങ്ങൾക്കിടയില്, രണ്ട് കണ്ണുകൾക്കിടയില് ഈ ദുനിയാവിൽ വെച്ച് നീ തുപ്പിയ തുപ്പലുകൾ ഈ മുഖത്ത് വന്നിരിക്കുകയാണ്. എന്തൊരു ദുർഗന്ധമാ വാപ്പാ, എന്തൊരു ദുർഗന്ധമാ പെങ്ങളെ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരികയാണ്. ആരെന്നറിയോ? ആരെന്നറിയോ? കിബിലയുടെ നേരെ തുപ്പിയ വാപ്പാ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ആ കഅബാലയത്തിന്റെ നേരെ നീ തുപ്പിയിട്ടുണ്ടോ? നാളെ അതും ചുമന്നു നീ പരലോകത്ത് വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ